ഒരു സദ്യ കഴിക്കാനുള്ള ക്രൗഡായിട്ട് കാണുന്നത് നമ്മളോ അതിനായിട്ട് കാത്തിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സെൽഫ് കെയർ അത് മസ്റ്റാണല്ലോ അല്ലേ. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും വളരെ വിശാലമായിട്ട് കാണാൻ പറ്റുന്ന രണ്ട് പരിപാടികളായിട്ട് നമ്മളെ കേരളത്തിലുണ്ട്. ഒന്ന് കല്യാണ വീടും ഒന്ന് മരണ വീടുമാണ് കേട്ടോ. എല്ലാവരും ജാഗ്രതയോടെ ഏകാഗ്രതയോടെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. എപ്പോൾ തുറക്കും എന്ന് നോക്കിയിട്ട്. ഫോൺ തോണ്ടി നിൽക്കുന്ന ജനറേഷനൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല കേട്ടോ. കാരണം ഗേറ്റ് തുറക്കുന്നത് കാണൂലല്ലോ. ഈ കഴിക്കുന്നവർക്ക് വല്ല വിചാരമുണ്ടോ പുറത്ത് ഇത്രയും ക്രൗഡ് ഉണ്ടാവുമെന്ന്? നമ്മൾ കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ പുറത്തുള്ള ക്രൗഡിനെ കുറിച്ചൊന്നും ഓർക്കില്ല. നമ്മളെല്ലാം ഫുഡ് റെഡി ആയിരിക്കില്ലേ. അതാ പെട്ടെന്ന് നമ്മളെ ഡോറ് തുറന്നു കിട്ടുക. പിന്നെയാണ് അറ്റാക്ക് തുടങ്ങിയത്. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല. ഈ സദ്യ വിളമ്പുന്നവർക്ക് ഒരു പ്രത്യേക തരം സ്പീഡ് ഉണ്ട്. അത് കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന സദ്യ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മളെ ഈ വാഴൻ്റെ ഫ്ലേവർ കൊണ്ടാട്ടോ. നമ്മളെ നെയ്യിൽ തട്ടിയിട്ട് ആ ഫ്ലേവർ നമ്മളെ ഫുഡിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോഴാണ് നമ്മളെ സദ്യ പെർഫെക്റ്റ് ആവണത്. കീറിയില കിട്ടിയാൽ എനിക്ക് സങ്കടമാണ് ഗൈസ്. ഇങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന് നമ്മളെ സദ്യവട്ടങ്ങൾ വന്നു തുടങ്ങിയിട്ടോ. ആദ്യം തന്നെ അച്ചാറാണ് കേട്ടോ. നമ്മളെ മാന്തോളി നാരങ്ങ കൊണ്ടുള്ള അച്ചാറ്, പിന്നെ പുളിയിഞ്ചി, പച്ചടി, പിന്നെ ഉപ്പേരി, കൂട്ടുകറി, പിന്നെ അതുപോലെ തന്നെ അവിയൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതൊക്കെ 2 പ്രാവശ്യം മേടിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അവരെ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് പൈനാപ്പിൾ പച്ചടി. അതാണെങ്കിൽ നടുക്ക് വിളമ്പിയും പോയിട്ടോ. ഇനിയിപ്പോൾ ചോറിടുമ്പോൾ എന്തായാലും അതിലേക്കാവും. പിന്നെ പപ്പടം വന്നു, ചോറ് വന്നു, സാമ്പാർ വന്നു. ഇനി എന്ത് വേണം? കുശാല തന്നെ. നോട്ട് ദി പോയിന്റ്. ഈ സദ്യയിൽ ചിക്കനും ഉണ്ട്, ഫിഷും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സദ്യ കിട്ടുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ രസം വന്നു, മോര് വന്നു, അങ്ങനെ എല്ലാം കൊണ്ടും സദ്യ പെർഫെക്റ്റ് ആയിട്ടോ. ഒരു പപ്പടം ചോദിച്ചു, 3 പപ്പടം തന്നു. ഇത് കാണിച്ചിരിക്കും പൈനാപ്പിൾ പച്ചടി. ഇനി ഇത് കാണിച്ചിരിക്കും ഫിഷ്, ചിക്കൻ, പായസം 2 പ്രാവശ്യം. ഇത്ര നല്ല സദ്യ ഞാൻ എവിടെ കഴിച്ചിട്ടില്ല. ഇത്രയും നല്ല സദ്യ കഴിക്കാൻ കാരണക്കാരനായ ചെക്കനോടും പെണ്ണിനോടും താങ്ക്സ് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ.